വെൽക്കം ടു പാറൂസ് പണ്ട്രി. ഫിഷ് കറി ഇഷ്ടമല്ലാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും അല്ലേ? ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് നമ്മൾ ഫിഷ് കറി വെക്കുന്നത്. തെക്കോട്ടാണെങ്കിലും ഇങ്ങ് വടക്കോട്ടാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു ചേരുവകളൊക്കെ പിന്നെ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾക്കൊക്കെ കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? പാറൂസ് പാണ്ട്രിയിൽ ഇന്നൊരു ഫിഷ് കറിയാണ്, ഒരു നാടൻ ഫിഷ് കറി. കുടംപുളി ഇട്ടാണ് വെക്കുന്നത്. എങ്ങനെ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓയിൽ കൂടുന്നത് മീൻകറിക്ക് ഓയിൽ കൂടുതലുള്ളതൊക്കെ ഇച്ചിരി ടേസ്റ്റ് കൂടുതലെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. സോ അതുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി ഓയിൽ ചൂടായപ്പോഴത്തേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഉലുവാപ്പൊടിയാണുള്ളത്. അപ്പം ഉലുവയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഉലുവ വറക്കാൻ ഇട്ടോളൂ. ഞാൻ ഉലുവാപ്പൊടി പിന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുന്നത് ഞാനൊരു 2 ഇഞ്ച് വലുപ്പം കുറച്ച് അതിലിച്ചിരി വലുപ്പമുള്ളൊരു ഇഞ്ചിയും ഒരു 6-7 വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്ത് അത് കനം കുറഞ്ഞ് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ചെറുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറുള്ളി തന്നെ ചേർക്കുക. എൻ്റെ കയ്യിൽ ചെറുള്ളി ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ചെറിയ സവാള എടുത്തത് കനം കുറഞ്ഞ് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ചെറുള്ളി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറുള്ളി എടുക്കുക കേട്ടോ. ഇപ്പം ഇതാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇത് എരിവുള്ള പച്ചമുളകാണ്. തന്നെയല്ല നമ്മൾ മുളക് പൊടി വെച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അപ്പം എന്തായാലും എരിവ് കൂടുതൽ മുന്നിൽ നിൽക്കും. അപ്പം പച്ചമുളക് കൂടിന് എരിവ് കൂടുതലായാൽ ഭയങ്കര എരിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ലതായിട്ട് വഴലണം. ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആവണം കേട്ടോ. അതുവരെയൊക്കെ വഴറ്റണം. ഇപ്പം ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല ഫ്രൈ ആയിട്ട് വരണം. ഇനി ഈ സമയത്ത് ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാൻ സാധാരണ പൊടി ഡയറക്റ്റായിട്ട് ചേർക്കില്ല, മസാലയൊന്നും. ഒന്ന് വെള്ളത്തിൽ ചാലിച്ചാണ് ചേർക്കുന്നത്. അപ്പം നമുക്കതൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ മസാല റെഡിയാക്കാൻ ഞാനൊരു പാത്രം എടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കറിയിലെ മെയിനായിട്ടുള്ള മസാല അതാണ്. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മതി, കൂടുതൽ വേണ്ട, 1 ടീസ്പൂൺ മതി. പിന്നെ ഉലുവാപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ ചെയ്യുന്നത് ആദ്യം പിന്നെ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കുക ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മുഴുവനായിട്ടുള്ള ഉലുവ ഇല്ലാത്ത കാരണം ഞാൻ ഉലുവാപ്പൊടിയാണ് എടുത്തത്. അത് ഈ സമയത്താണ് ചേർക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഇല്ലാതെ മുഴുവനായിട്ടുണ്ടെങ്കിൽ ആദ്യം പൊട്ടിച്ചോളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു ചെറു ചൂടുവെള്ളത്തിൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു വാം വാട്ടിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അത് ഇങ്ങനെ നമ്മളിങ്ങനെ കറിക്കകത്ത് ചേർക്കുമ്പോഴും കറിയിലേക്കുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോഴൊക്കെ ചൂടുവെള്ളം തന്നെ എന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം, ഒത്തിരി തിളച്ച വെള്ളമൊന്നുമല്ല, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മൾ കറിയിലൊക്കെ ഡയറക്റ്റ് ഈ പച്ചവെള്ളമൊക്കെ ചേർക്കുമ്പോഴേ വെന്തുകൊണ്ടിരിക്കുന്നതും തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലൊക്കെ അപ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമെന്ന് അവർ പറയും. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് റെഡിയാക്കി വെക്കുക. ഇനി നമുക്കിത് നമ്മുടെ വഴറ്റുന്നതിനകത്തോട്ട് ചേർക്കാം. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ എണ്ണയിൽ നല്ല പഴുത്ത് ചൂടായി കിടക്കുന്ന എണ്ണയല്ലേ, അതിലേക്ക് ഈ പൊടിയൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് ചേർക്കുമ്പോഴേ ഏതെങ്കിലും ഒന്ന് എടുക്കാനൊക്കെ താമസിക്കുകയൊക്കെ ചെയ്താൽ ഈ ഇട്ട പൊടി അങ്ങ് ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ചട്ടിയൊക്കെ നല്ല ചൂടായിട്ട് കിടക്കുകയല്ലേ. അപ്പം ഈ മസാല ഇത്തിരിയെങ്കിലുമൊക്കെ ഒന്ന് കരിഞ്ഞാലില്ലേ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ആ ചെറിയ വ്യത്യാസം പോലും മീൻ കറിയിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഈ ഫിഷ് കറിയിൽ. അപ്പോൾ ഫിഷ് കറിയിൽ ഒരു സേഫർ സൈഡായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം കരിയത്തില്ല. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട്, അപ്പോൾ ഇത് ഇച്ചിരി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഈ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ നല്ലതായിട്ട് മാറി നല്ലതായിട്ട്
നല്ലതായിട്ട് മൂപ്പിക്കണം ഈ പൊടികളെല്ലാം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്തുനിന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും. അപ്പം ഇതിങ്ങനെ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഒരുപാട് അങ്ങ് പിന്നെ മൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും നമുക്ക് മൂപ്പിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3-4 പീസ്. ഇത് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. ഇതെന്നിട്ട് നമ്മൾ ഈ പൊടിയൊക്കെ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടായിരുന്നല്ലോ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് വഴട്ടിയെടുക്കണം. അതായത് വീണ്ടും ആ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. ഇതിപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എത്രയാണോ നമ്മുടെ ഗ്രേവി വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. കാരണം മീൻകറിക്കകത്ത് നമ്മുടെ ഫിഷിനകത്തുനിന്നൂടെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഒത്തിരി അങ്ങ് വെള്ളം വേണ്ട. നമുക്ക് മീൻകറിക്ക് കുറച്ചൊരു കൊഴുപ്പ് വേണമല്ലോ ചാറിനെ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത്രയും വെള്ളം ചേർത്തു. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പും പുളിയും ഒക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം സെറ്റാക്കി വെക്കണം. നമ്മുടെ ഫിഷ് മസാല ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഫിഷ് ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ 1 കിലോ ഈ എന്താ പറയുക കിളിമീൻ പോലത്തെ ഒരു ഫിഷാട്ടോ, അങ്ങനെയുള്ളൊരു ഫിഷാണ്. അപ്പം അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിതൊന്ന് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഫിഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നിൽക്കുകയാണ് കണ്ടോ. മേളിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്, ഒരുപാട് വെള്ളം കൂടുതലല്ല. എന്നാൽ ഫിഷ് പീസസ് എല്ലാം അതിലിങ്ങനെ മുങ്ങി കിടക്കുകയും കൂടാണ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇത്രയും ഒരു വാട്ടർ ലെവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ഇതിനകത്തായിട്ട് അതായത് നമ്മൾ വീണ്ടും ഇതിനെ അടച്ച് വെച്ച് വേവിക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു അരമുറി തക്കാളി ഞാൻ കനം കുറച്ച് ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ മേളിലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മേലല്ല, അതിലൊന്ന് ഒന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങി കിടക്കത്ത രീതിയിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. അതായത് നല്ലതായിട്ട് തിള വരുന്ന വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ മീഡിയത്തിൽ കുറച്ചുകൂടെ രീതിയിൽ വെച്ചിട്ട് തിളപ്പിക്കണം. ഇതിപ്പോൾ കണ്ടോ ഫിഷ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കാണാൻ കണ്ടോ കുറച്ചുകൂടെ ഒന്ന് വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ടതിനെക്കാട്ടും കുറച്ചുകൂടെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പം ഇനിയൊരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി ഇരുന്നൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഓയിലൊക്കെ മേളിൽ വന്നിട്ടുണ്ട്. ഫിഷിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. തക്കാളിയൊക്കെ കണ്ടോ നല്ലതായിട്ടൊന്ന് വെന്ത് വാടി അതിനോട് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് അടിയിൽ പിടിക്കാൻ നോക്കണം കേട്ടോ. ഈ ഫിഷ് കറി എപ്പോഴും ഇന്ന് രാത്രി വെച്ചിട്ട് നമുക്ക് നാളെ കഴിക്കാനാണ് എപ്പോഴും ഇങ്ങനെ ഈ മുളകിട്ട ഫിഷ് കറി, കുടംപുളി ഇട്ട ഫിഷ് കറി ഇത് ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചാറൊക്കെ കണ്ടോ അത്രയങ്ങ് ഒരുപാടങ്ങ് ലൂസല്ല, അത്യാവശ്യത്തിന് ചാറൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇന്ന് വെച്ചിരുന്നാലേ നാളെ ആകുമ്പോഴത്തേക്ക് ഇനി കുറച്ചുകൂടെ ഒന്ന് കുറുകും. ചാറൊക്കെ ഒരുച്ചൂടെ കുറുകും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചാറൊക്കെ ഉണ്ട്. ഇതിപ്പം നമ്മുടെ ചോറിനും കപ്പയുടെയും ഒക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇന്ന് നമ്മൾ മീൻകറിയൊക്കെ വെച്ചിട്ട് നാളെ ഇച്ചിരി കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് മരച്ചീനിയില്ലേ അത് വാങ്ങിച്ച് വേവിച്ച് ഈ മീൻ കറി ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചിട്ട് അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അല്ലേ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ലേശം കായം. ഇത് നിങ്ങൾ മിസ്സാക്കണ്ട കേട്ടോ. ഇതൊരു നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. ഇച്ചിരി കായം നമ്മളിട്ടിട്ട് ഒന്നുകൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ ഇനി ചെയ്യുമ്പം ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് മീൻ കറിക്ക്. ചാറൊക്കെ കറക്റ്റാണ്. അതിൻ്റെ നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ കറക്റ്റാണ്. അപ്പം അതിന് ലാസ്റ്റ് ഞാൻ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് കറി. പിന്നെ ഒന്ന് വഴറ്റുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഈസി ഫിഷ് കറിയാണ്, സിമ്പിളാണ്. ചോറിൻ്റെ കൂടെയും മരച്ചീനിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ തലേ ദിവസം വെച്ചിട്ട്
പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാണ്ടിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.